ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണെന്നാണ് പറയുന്നത്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എല്ലാവർക്കും അറിയാലോ. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ മരിച്ചതെന്നാണ് 2023 അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്ക് കിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്നും കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. മാക്സസെ, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഡോക്ടർ എം എസ് സ്വാമിനാഥന്. ഇനി ജൈവവളങ്ങളും രാസവളങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ട്. ജൈവവളങ്ങൾ എന്ന് പറയുന്നത് ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. രാസവളങ്ങൾ രാസവസ്തുക്കൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നു. ജൈവവളങ്ങൾ കൂടുതൽ അളവിൽ വേണ്ടി വരും, രാസവളങ്ങൾ കുറഞ്ഞ അളവിൽ മതി. ജൈവവളങ്ങൾ മണ്ണിന് ദോഷകരമല്ല. രാസവളങ്ങൾ അമിത ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ജൈവവളങ്ങൾ ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. രാസവളങ്ങൾ ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാം. എന്താണ് ജീവാണുവളം എന്ന് പറയുന്നത്? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം എന്ന് പറയുന്നത്. സ്യൂഡോമോണസ്, അസോസ്പെറിലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് ജീവാണുവളം അല്ലെങ്കിൽ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം എന്ന് പറയുന്നത്. സ്യൂഡോമോണസും അസോസ്പെറിലവുമാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി കീടനിയന്ത്രണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഈ രാസവളങ്ങൾ ഉപയോഗിച്ചാൽ എന്താണ് മണ്ണിനുണ്ടായിരിക്കുക? ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത് എന്താണെന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ജൈവ നിയന്ത്രണം എന്ന് വെച്ചാൽ വട്ടച്ചാഴി, ലേഡി ബഗ് എന്തുണ്ടാ വട്ടച്ചാഴി എന്ന് പറയുന്നത്? ലേഡി ബഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്നു, പല കീടങ്ങളെയും തിന്ന് നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണമാണ് ജീവനിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കും. അതാണ് ഇവിടുത്തെ മെയിനായിട്ട് നെഗറ്റീവ് എന്ന് പറയുന്നത്. എന്താണ്? കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ നല്ല കീടാണുക്കളുണ്ടായിരിക്കും, നമുക്ക് ആവശ്യമില്ലാത്ത കീടാണുക്കളുണ്ടായിരിക്കും. അപ്പോൾ രണ്ടും നശിക്കും. എന്താണ് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്? ചില ഇനം പച്ചക്കറികളുടെ കായകൾ നശിപ്പിക്കുന്ന ഒരു തരം സ്വർണ്ണ നിറമുള്ള ഈച്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റ് വയ്ക്കുക. അല്പനേരം കഴിഞ്ഞ് പേര് നിരീക്ഷിക്കുക. തുളസി ഇലയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണുന്നില്ല. ഇവയെ നശിപ്പിക്കുന്നതിന് വേണ്ടി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ കണികളെ ഉപയോഗിച്ച് കൈക്കൊണ്ട് പറിക്കുമാറ്റി കിണുന്നതിനാണ് അതിൽ നിന്നാണ് പറയുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന കെണിയാണ് ഫെറമോൺ എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പം ഓരമാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫെറമോൺ ഒരു ഹോർമോൺ അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ ഈ ചെടികളിലുള്ള കീടാണുക്കളെ ആകർഷിക്കുകയാണ്. അങ്ങനെ നമുക്ക് കൈയോടെടുത്ത് കൊല്ലാം എന്നാണ് അതിന് യാന്ത്രിക നിയന്ത്രണം. അതിൽ നമുക്ക് ജൈവ വളങ്ങളോ അല്ലെങ്കിൽ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അല്ലേ? ഇനി കീടനാശിനികളാണ് രണ്ട് തരമുള്ളത് അല്ലേ? എന്തൊക്കെയാണ്? രാസ കീടനാശിനികളുണ്ട്, ജൈവ കീടനാശിനികളുണ്ട്. രാസ കീടനാശിനികൾ എന്ന് പറയുന്നത് രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കീടനാശിനികളെയാണ് രാസ കീടനാശിനികൾ എന്ന് പറയുന്നത്. ഇതൊന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല കേട്ടോ, കാരണം ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണത്. ജൈവ കീടനാശിനികൾ എന്തൊക്കെയാണ്? പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതമൊക്കെ ജൈവ കീടനാശിനികളാണ്. പുകയില കഷായം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്കിതൊന്നും ആവശ്യമില്ല. നിർമ്മിത ബുദ്ധിയും കൃഷിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് ഉപയോഗിച്ച് വരുന്നു. പരിസ്ഥിതിക്കൊട്ടും ഹാനികരമല്ല എന്നാണ് അതിൻ്റെ നേട്ടമെന്ന് പറയുന്നത്. നിർമ്മിത ബുദ്ധി വെച്ചിട്ട് കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലേ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ. ഇനി മറ്റ് കാർഷിക സംരംഭങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കാർഷിക രംഗം എന്ന് പറഞ്ഞിട്ട് തേനീച്ച വളർത്തൽ എന്നാണ് പറയുന്നത്. തേനീച്ച വളർത്തൽ എന്ന് വെച്ചാൽ എപ്പികൾച്ചറാണ്. മുയൽ വളർത്തലാണ് ക്യൂണി കൾച്ചർ. കൂൺ കൃഷിയാണെങ്കിൽ മഷ്റൂം കൾച്ചർ. കോഴി കൃഷിയാണെങ്കിൽ പൗൾട്രി ഫാം. കന്നുകാലി വളർത്തലാണെങ്കിൽ ലെയർ സ്റ്റോക്ക് ഫാമിങ്. ഫിസി കൾച്ചർ മത്സ്യകൃഷി. സെറി കൾച്ചർ പട്ടുനൂൽപ്പുഴു വളർത്തൽ. ഫ്ലോറി കൾച്ചർ പുഷ്പകൃഷി. എപ്പി കൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? തേനീച്ച വളർത്തലാണ്. ക്യൂണി എന്ന് പറഞ്ഞാൽ നമുക്ക് കൂൺ കൃഷി ചെയ്താനുള്ള ഒരു ഇത് വരും. കൂൺ എന്ന് വെച്ചാൽ എന്താ? മഷ്റൂം ആണല്ലേ? അപ്പോൾ കൂൺ കൃഷി എന്ന് പറഞ്ഞാൽ മഷ്റൂം കൾച്ചറാണ്. ക്യൂണി കൾച്ചർ എന്ന് വെച്ചാൽ മുയൽ വളർത്തലാണ്. കോഴി കൃഷി പൗൾട്രി ഫാമിംഗ് ആണ് കേട്ടോ. കോഴി കൃഷി എന്ന് പറഞ്ഞാൽ പൗൾട്രി ഫാമിംഗ് ആണ്. കന്നുകാലി വളർത്തൽ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് ആണ്. കന്നുകാലി വളർത്തൽ. മത്സ്യകൃഷി പിസി കൾച്ചർ. മത്സ്യ പിസി കൾച്ചർ. പട്ടുനൂൽപ്പുഴു വളർത്തൽ സെറി കൾച്ചർ. ഫ്ലവർ എന്നാണ് പുഷ്പകൃഷി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ തന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവരും പഠിക്കാൻ. നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.